ഈ സിനിമ കണ്ടു ഇപ്പൊ നമ്മള് സമൂഹത്തിൽ നടക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആർക്കും ഫീൽ ചെയ്യാതെ, ആർക്കും അത് എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും, അല്ലെങ്കിൽ വലിയ വിവാദങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് മനഃപൂർവ്വമാണ് അങ്ങനെ ഒരു ക്രിയേറ്റ് ഉണ്ടാകുന്നത്. കാരണം ഇപ്പോഴത്തെ എല്ലാ ഇഷ്യൂസും പറഞ്ഞു പോകുന്ന രീതിയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് എന്റർടൈൻ ചെയ്ത് വളരെ ചിരിയോടുകൂടി കാണാനും പറ്റുന്നുണ്ട്. അത്തരം ഒരു രീതി കൈക്കൊള്ളാനുള്ള കാരണം എന്തായിരുന്നു? അല്ല, ഞാൻ ആ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ സമൂഹത്തിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ സ്ക്രിപ്റ്റിനകത്തും എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് കുറച്ച് കോമഡി, അതെൻ്റെ ഇഷ്ടമായിരുന്നു, കോമഡി ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് കോമഡിയിൽ കൂടെ തന്നെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനുള്ള മേജറായിട്ടുള്ള കാര്യം. അത് ബാക്കി ആൾക്കാർക്ക് നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ചില തെറ്റുകൾ എനിക്ക് തോന്നിയിട്ടുള്ളതിനെ കുറച്ച് കോമഡി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ തോന്നൽ ഇപ്പം സ്ക്രിപ്റ്റ് തോന്നൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നാണോ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാവുക? എല്ലാ അനുഭവങ്ങളാണല്ലോ നമുക്കല്ലെങ്കിൽ, എൻ്റെ അനുഭവം അല്ലെങ്കിൽ മറ്റൊരാൾക്കുള്ള അനുഭവങ്ങളൊക്കെ തന്നെയാണല്ലോ നമ്മൾ എഴുതുന്നത്. ഈ സിനിമയ്ക്കകത്ത് മുഴുവൻ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അതെൻ്റെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റു വ്യക്തികൾക്ക് ഉണ്ടായിട്ടുള്ള പല കാരണങ്ങളായിരിക്കാം ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കോമഡി ഉണ്ടോ എന്നുള്ളത് അതിൻ്റെ ഒരു ഇതാണ്. അത് അല്ലല്ല, അമ്പലക്കുളത്തിൽ ഹലാൽ ചിക്കൻ ഇട്ടത് അത് ഒരു സംഭവത്തിലങ്ങ് ചെയ്തതാണ്. അല്ലല്ല, അതങ്ങനെ വെച്ചിരുന്നത് ഇല്ല. അത് കഴിയുമ്പോ തന്നെ പറഞ്ഞല്ലോ, ആഹാരത്തിനകത്ത് വരെ നമ്മൾ വർഗീയത അങ്ങനെയുള്ള രീതിയിലാണ് നമ്മളതിനെ വളരെ ഇതായിട്ട് പറഞ്ഞു പോകുന്നത്. പക്ഷെ അതെന്ത് നമ്മൾ ഈ കോമഡി ആയിട്ട് പറയാനെങ്കിലും അതൊരു ചങ്കൂറ്റം എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഇതൊക്കെ. ആ ചങ്കൂറ്റം നിങ്ങൾ നല്ല രീതിയിൽ കോമഡിയിലൂടെ വർക്ക് ചെയ്തപ്പോൾ സമൂഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഒരു വിമർശനം പോലും ഉണ്ടാകാതെ അത് ഏറ്റെടുത്തു. അതിനാണ് ഈ മരണമാസ ടീമിന് വലിയൊരു ബിഗ് സല്യൂട്ട് ഞാൻ ആദ്യം നൽകുകയാണ്. കാരണം ആ രീതിക്ക് ആ സിനിമ ഏറ്റെടുത്തുന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സെൻസറിൽ കത്രിക വരെ വെക്കുന്ന കാലഘട്ടമാകുമ്പോൾ നിങ്ങൾ ഈ സിനിമയായി വരുമ്പോൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ്. അവിടെ ഒരു കത്രയും വരുന്നില്ല എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ ഒരു വിജയം. ഈ സിനിമ വിജയിക്കാനുള്ള കാരണം അത് തന്നെയാണെന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ബാക്കിയുള്ളവരെ എനിക്കറിയില്ല. കൃത്യമായിട്ട് തന്നെ പറഞ്ഞ സാറാണ്. ടോബി, ഒരു ചിരിപ്പടം വേണമെന്ന് ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ആളുകളൊന്ന് ചിരിപ്പിക്കണം. ഈ സബ്ജക്ട് കേട്ടപ്പോൾ കുറെ ചിരിച്ചിട്ടുണ്ടാവും. ചിരിപ്പടം ഒരു പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെ ഒന്ന് വേദനിപ്പിക്കാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് ആ തിയേറ്ററിൽ പോയിരുന്നവരെ ചിരിയെ കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആൾക്കാരെ ചിരിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് നോക്കി അങ്ങനെയൊന്നും ഉണ്ടായതല്ല. പറഞ്ഞപോലെ ശിവൻ ഞാൻ മിന്നൽ മുരളി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന തമാശകൾ മനസ്സിലാവുമ്പോൾ എളുപ്പമാണ്. നമുക്ക് എപ്പോഴും ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാളോട് ഒരു തമാശ പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾ രണ്ടാമതൊരു വട്ടം പറയുകയോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയോ വരാറില്ല. അതെന്നാൽ അങ്ങനെ ബുക്കിൽ എഴുതി വെച്ച് കാലാകാലം പറയാവുന്ന കോമഡികളൊന്നും അല്ലല്ലോ. ആ ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് തോന്നുന്ന ഫൺ തോന്നുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അത് മനസ്സിലാക്കുകയും അതേസമയം അതിൽ ഹേർട്ട് ആവാതിരിക്കുകയും മറ്റൊരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തമാശകൾ പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറെ നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എനിക്ക് പേഴ്സണലി ഹ്യൂമർ സിനിമകൾ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാതരം സിനിമകളും ഇഷ്ടമാണ്. പക്ഷെ ആരാണ് ഹ്യൂമർ ഇഷ്ടപ്പെടാത്തത്? എല്ലാവർക്കും ഹ്യൂമർ ഇഷ്ടമായിരിക്കും. പിന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആൾക്കാരെ ചിരിപ്പിച്ചേക്കാം അല്ലെങ്കിൽ കരയിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഒരു സിനിമയും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ജോൺറയിൽ നമ്മളൊരു സിനിമ ചിന്തിക്കുന്ന സമയത്ത് അതിനോട് മാക്സിമം നീതി പുലർത്തണം എന്നുണ്ടായിരുന്നു. അതിന് പറ്റിയ ആൾക്കാർ തന്നെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പ്രൊഡക്ഷന്റെ ഫ്ലാറ്റിൽ എല്ലാവരും കൂടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾ മനസ്സിലാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഈ സിനിമയ്ക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മൾ അവകാശവാദങ്ങളോ അങ്ങനെ ഒന്നും പറയാനില്ല. ചിരി വരുത്താം എന്നുള്ളത് മാത്രമേ നമ്മൾ മുമ്പും ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിൽ സക്സീഡ് ആവുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ തിയേറ്ററുകളിൽ നിറഞ്ഞ ചിരി നമുക്ക് കൃത്യമായിട്ട് അറിയാം. മറ്റ് ഏതൊരു ഇമോഷനും ആണെങ്കിൽ നമുക്ക് പിന്നീട് ആൾക്കാർ അഭിപ്രായം പറയുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
പക്ഷെ ചിരി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് ഇൻസ്റ്റന്റ്ലി നമുക്ക് അതിന്റെ റിവാർഡ് കിട്ടുന്ന പോലെയാണ്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വിഷയം, ഇപ്പൊ അവിടെ ചോദിച്ച സ്ക്രിപ്റ്റ് തന്നെ, ആ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു നിർമ്മാതാവെന്ന നിലയിൽ ഭയപ്പാടുണ്ടായിരുന്നു? അല്ല, അത് തമാശയൊക്കെ ആയിട്ട് ഞങ്ങൾ പറയായിരുന്നു. സീരിയൽ കില്ലേഴ്സിനെ ഈ സിനിമയിൽ കുറെ കളിയാക്കുന്നുണ്ട്, നാളെ സീരിയൽ കില്ലർമാരെല്ലാം കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്ത് വരുമോ എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ തമാശയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഒരു തമാശയിലൊന്നും ഒഫൻഡഡ് ആവേണ്ട കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മളെല്ലാത്തിലും ഭയങ്കര സെൻസിറ്റീവ് ആയി കഴിഞ്ഞാൽ തമാശകൾ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അത്രയും സെൻസിറ്റീവ് ആവാതെ ഇതങ്ങനെ ആരെയും വിഷമിപ്പിക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടി അല്ലാതെ, അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഇല്ലാതെ പറയുന്ന തമാശകളെ അങ്ങനത്തെ ഒരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അതിനോട് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂരതയാണ്. നമുക്ക് തമാശകൾ പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, അത് അങ്ങനത്തെ ആക്ഷേപഹാസ്യത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും ആൾക്കാരെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചിന്തിപ്പിക്കാനും ഒക്കെ പറ്റുന്നതാണ്. അത് ഞങ്ങളുടെ ഒരു തരത്തിലുള്ള ഞങ്ങളുടെ ഈ സൊസൈറ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ആരെയും ഹേർട്ട് ചെയ്യാതെ ചിരിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം എന്നുള്ളതാണ്. അതിന് നമുക്ക് ഇങ്ങനെ ഒരു ബാക്ക്ലാഷസ് ഉണ്ടാവുമെന്നൊന്നും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല, അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. മൈക്കോണം ഞാൻ വളരെ കൃത്യമായിട്ട് ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരോടും അങ്ങനെ നിർബന്ധിച്ച് ശമ്പളം കുറപ്പിക്കരുത് എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം, എല്ലാവർക്കും പണിയെടുത്താൽ അവർ അർഹതപ്പെടുന്ന അവരുടെ പൈസ കിട്ടിയിരിക്കണം എന്നുള്ളത് എനിക്കും അറിയാവുന്നതാണ്. അത് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമമൊക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഞാൻ കൂടുതലും ഈ പറയുന്ന പോലെ ശമ്പളം മേടിക്കുന്ന അല്ലെങ്കിൽ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡിലാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവര് എങ്ങനെയൊക്കെ ചിന്തിക്കും, അവർക്ക് എന്തൊക്കെ ഫീൽ ആവും എന്നുള്ളതൊക്കെ എനിക്ക് ഈസിലി ചിന്തിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ സൗഹൃദം മുതലെടുത്തുകൊണ്ട് ആരെക്കൊണ്ടും ശമ്പളം കുറപ്പിക്കരുത് എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സാലറി ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സൗഹൃദം നമ്മൾ മുതലെടുത്തിട്ടില്ലെങ്കിൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗുരുസാറിനെ പോലെ ഉള്ള ആൾക്കാർ, ഇപ്പോൾ ബേസിലാണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഈ സിനിമ പരമാവധി ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് ഒരു ഡാർക്ക് ഹ്യൂമർ ഇവിടെ വന്നിട്ടില്ലാത്ത ജോണർ ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു റിസ്ക് എലമെന്റ് ഉണ്ടെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് ആരും അമിതമായിട്ടുള്ള ശമ്പളം ഞങ്ങളോട് ചോദിക്കുകയോ അങ്ങനെ ശമ്പളത്തിന്റെ പേരിലൂടെ അങ്ങനെ ഒരു സംസാരമേ ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഒരിക്കലും ഇവരുടെ ശമ്പളം കുറപ്പിക്കരുത് എന്ന് പറയാനും കാരണം നാളെ ഇവരും പ്രൊഡ്യൂസ് ചെയ്യും, എന്നെ അഭിനയിക്കാൻ വിളിക്കും, ഇപ്പൊ ഞാൻ കുറപ്പിച്ച അപ്പൊ ഞാൻ കുറയ്ക്കേണ്ടി വരും എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ്. ഞാൻ ആലോചിച്ചിട്ടിരുന്നത് 25 ദിവസം എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തിട്ട് 75 ദിവസം ഷൂട്ട് ചെയ്തു. ശമ്പളം കൂടുതലൊന്നും തന്നില്ല, 25 ദിവസം ശമ്പളേ തന്നു. ഞാൻ ആലോചിച്ചിരുന്നത് നമ്മള് 40 ദിവസം വിചാരിച്ചിട്ട് 70 ദിവസം ഷൂട്ട് ചെയ്തു, എന്നിട്ട് ആരും ഇങ്ങോട്ടൊന്നും തന്നില്ല. അതായത് ഈ മഴയൊക്കെ വരുന്ന സമയത്ത്, അത് ഞാൻ പറയുന്നത് ഡെയിലി വേജസ് ആൾക്കാരുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മറ്റ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആക്ച്വലി സ്പീക്കിംഗ് ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും ഒക്കെ പറഞ്ഞതിനേക്കാൾ ശമ്പളം കൂടുതൽ ചോദിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് അവകാശമുണ്ട്. കാര്യം വെച്ചാൽ അവർ അത്രയും ദിവസം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ശമ്പളം കൂട്ടി ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് ചോദിച്ചില്ല, അല്ല അത് ചോദിച്ചില്ല, അത് ഞാൻ പറയാൻ ചോദിക്കാനുള്ള. പക്ഷെ അവിടെയാണ് ഇവരെല്ലാവരും ഈ മഴ നോക്കിയിരുന്നത്, മഴ മാറുന്നത് നോക്കിയിരുന്നപ്പോ ഇവർക്കും അറിയാം ഇതങ്ങനെ എല്ലാവരും അവനവന്റെ കാര്യം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇവിടുത്തെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ കളക്ഷനേക്കാൾ മുകളിലേക്ക് പോകും. പക്ഷെ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായി പോകും. നമ്മൾ ഒരു അച്ചിൽ വാർത്ത പോലത്തെ സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് പ്രോഫിറ്റ് ഇത്രയും വരും എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ മാത്രം ചെയ്യേണ്ടി വരും. അതിൽ നിന്നും മാറി എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചെറിയ രീതിയിലെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാവരുടെയും സഹകരണം അതിനകത്ത് ഭയങ്കര ആവശ്യമാണ്. ബേസിൽ
ഇപ്പൊ എന്തായാലും മരണമാസം ഇപ്പൊ കൊലമാസമായിട്ട് പ്രേക്ഷകനെ ഏറ്റെടുത്ത തിയേറ്ററിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ചില കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മളായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചിലൊരു ഫ്രീഡം ഉണ്ട്. ഇതിലെ കഥാപാത്രം ബേസിൽ അതുപോലത്തെ കഥാപാത്രമായിരുന്നു. ഇല്ല, ഇത് കുറച്ചുകൂടെ എക്സാജറേറ്റഡ്, അപ്പൊ കുറച്ചുകൂടെ പാടായിരുന്നു. അത് ഇച്ചിരിയോടെ കുറവായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇതെല്ലാം കുറച്ച് പുഷിയാണല്ലോ, ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സാജറേഷൻ്റെതായിട്ടുള്ള ഒരു പ്രഷർ ഉണ്ടായിരുന്നു. ആള് ഭയങ്കര മൊത്തത്തിൽ പോലീസ് സ്റ്റേഷനൊക്കെ OLX വിൽക്കാനിട്ടിരിക്കുന്ന ഒരുത്തന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരാൾ ഇതുവരെ കണ്ടിട്ടില്ല, സിജുവിനല്ലാതെ. അപ്പൊ എനിക്കതുകൊണ്ട് അതിപ്പോ എങ്ങനെയായിരിക്കും അങ്ങനെ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര കംഫർട്ട് സോണിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നില്ല, കുറച്ചുകൂടെ. പക്ഷെ രസമായിരുന്നു ചെയ്യാൻ. ഈ പറയുന്ന നമുക്ക് എന്തും വൈൽഡായിട്ടൊക്കെ ചെയ്യാം. ഈ പറയുന്ന മറ്റേ തുടക്കത്തിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ ഇങ്ങനെ മറ്റേ ഇങ്ങനെ ചെവിയോ ആൾക്കാരുടെ ആരവ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു പോലെ അങ്ങനെയൊക്കെ കുറച്ച് വൈൽഡായിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. സുരേഷേട്ടാ, ശരിക്കും പറഞ്ഞാൽ ട്രെയിലർ കണ്ടപ്പോൾ തൊട്ട് ചേട്ടന്റെ കഥാപാത്രം എങ്ങനെ ആയിരിക്കും, ഏത് ലെവലിലായിരിക്കും എന്നുള്ള ഗ്രാഫിക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസിന്റെ റിയാക്ഷൻസ് കാണുമ്പോൾ ഉണ്ടായിരുന്നു, പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയാണ് ഓഡിയൻസിന് കിട്ടിയത്? അതിലും അധികം ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവിടെ നല്ല കൈയടിയും ചിരികളും. നമ്മൾ സീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ സിജു എഴുതി വെച്ചിട്ടുള്ളതിനകത്ത് തന്നെ ഒരു ഹ്യൂമർ ഉണ്ട്, ഓൾറെഡി ഒരു ഹ്യൂമർ ഉണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സീൻസും ഞങ്ങൾ ലൊക്കേഷൻ ഇംപ്രവൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് വേറെ യാതൊരു തരം ഈഗോയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നത്തെ ഇയാൾക്ക് ഡയലോഗ് കൂടുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ഡയലോഗ് കൂടുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ചിരി കിട്ടും, അങ്ങനല്ല. ഇപ്പം എൻ്റെ പല സീനിലൊക്കെ തന്നെ ബേസിലും ഒക്കെ തന്നെ വന്ന് ഇൻവോൾവ് ചെയ്ത് നമുക്ക് ഈ ഡയലോഗ് പറയാം, ഇങ്ങനെ കയറ്റാൻ വലത്ത് കൗണ്ടർ ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊടുക്കൽ വാങ്ങൽ സംഗതി ഞങ്ങൾ ഈ ടീമിനകത്ത് എല്ലാ സീനിലും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒക്കെ ഒരു ഗുണം നമുക്ക് ആ സിനിമയിൽ കാണുന്നുണ്ട്. അല്ല വെറുതെ എഴുതി വെച്ചത് മാത്രം ചെയ്യാനല്ല. അപ്പോൾ അതിന് സ്വാതന്ത്ര്യം ഡയറക്ടർ തന്നിട്ടുണ്ട്, റൈറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സീൻസ് ഞങ്ങൾക്ക് നല്ലപോലെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ചിരിയും കൈയടികളൊക്കെ തന്നെ തിയേറ്ററിൽ കിട്ടുന്നുണ്ട്. സുരേഷേട്ടൻ ഒരു സീനിയർ ആക്ടറാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് താങ്കൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ സർക്കാസം എന്ന് പറയുന്നത് വലിയൊരു പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ ധൈര്യമായിട്ട് നമുക്ക് പറയാം, അത് കേൾക്കുന്ന ആളും ആ ലെവലിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു വിശ്വാസത്തിൽ വരും. പക്ഷെ ഇന്നത്തെ ഒരു കാലത്ത് ഒന്നും ഇന്ത്യ പോലും അതെന്തായിരിക്കും ചിന്തിക്കുന്നത്, വേദനിപ്പിക്കുമോ, അയാൾ അത് തിരിച്ചെങ്ങനെയായിരിക്കും എടുക്കുന്നത് ചിന്തിച്ചിട്ടാണ് നമ്മൾ എഴുതാനായിട്ട്. ശരിക്കും ഇങ്ങനെ സബ്ജക്ട് കേട്ട സമയത്ത് എങ്ങനെ തോന്നിയിരുന്നോ, ഇതെങ്ങനെ ആളുകൾ എടുക്കും, വർക്കൗട്ട് ആവുമോ, നെഗറ്റീവായിട്ട്? ഇതിനകത്തിപ്പോൾ ആരെയും വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ഇതിൽ ഉണ്ടായിട്ടില്ല, എവിടെയും ഒരു സ്ഥലത്ത് പോലും ഉണ്ടായിട്ടില്ല. നമ്മൾ അങ്ങനെ ആരും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊരു എന്റർടൈനർ അത്രയും. ഫൈറ്റിന്റെ ഇടയിൽ ബേസിലിന് കുറച്ച് ഇടി കിട്ടിയപ്പോഴാണ് ശരിക്കും വേദനിച്ചത്. അല്ലാതെ സിനിമയിൽ സ്ക്രിപ്റ്റിലൂടെ നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്റ്റ് അല്ലല്ലോ ഇത്. ഇങ്ങനെ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്, അത്രയേ ഉള്ളൂ.